നമുക്കെല്ലാവർക്കും അറിയാം നിലവിൽ ഇന്ത്യൻ ഫുട്ബോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ വലിയൊരു പ്രതിസന്ധികളിലൂടെ തന്നെയാണ്. ഇന്ത്യയിലെ തന്നെ ടോപ്പ് ടയർ ഫുട്ബോൾ ലീഗ് ആയിട്ടുള്ള ഇന്ത്യൻ സൂപ്പർ ലീഗ് നിലവിൽ മൊത്തത്തിൽ ഒരു അൺസർട്ടനിറ്റി നേരിടുന്ന പ്രശ്നത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അതിൻ്റെ ഭാവി നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ് ഇതിലുള്ളത്. ISLൻ്റെ ഓണർഷിപ്പുമായി ബന്ധപ്പെട്ട് ISLൻ്റെ ഭാവി എന്താവുമെന്ന് ബന്ധപ്പെട്ടായിരുന്നു ഈ പ്രശ്നങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. MRA കോൺട്രാക്റ്റ് അവസാനിക്കാൻ പോകുന്ന MRA കോൺട്രാക്റ്റ് പുതുക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ടും ഈ ഉള്ള പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. സോ ISL നടക്കുമോ എന്നൊരു കാര്യം ആരാധകർക്ക് വളരെയധികം കൺഫ്യൂഷനിൽ നിന്നൊരു സാഹചര്യത്തിൽ AFFൻ്റെ അതായത് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള കല്യാൺ ചൗബെ ആരാധകരെ അറിയിച്ചിട്ടുണ്ടായിരുന്നൊരു കാര്യമായിരുന്നു. അതായത് ISL നടത്തുവാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും തങ്ങൾ നടത്തുമെന്നൊരു കാര്യം ആരാധകർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹം പറഞ്ഞ് ഈ ഒരു കാര്യമെല്ലാം തീർന്നിട്ട് പോലും ഒരാഴ്ച കഴിഞ്ഞിട്ടും കൃത്യമായൊരു എഫക്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ കൃത്യമായ വലിയൊരു മാറ്റങ്ങളൊന്നും കാണുവാനായിട്ട് സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് പല ആരാധകരും ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനെല്ലാം പുറമെ പല ISL ക്ലബ്ബുകളും, അതായത് ഏകദേശം 8ഓളം ISL ക്ലബ്ബ് ഇൻക്ലൂഡിങ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന് ഒരു കത്തയച്ചിട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ കഴിഞ്ഞു പോയ ദിവസം അറിഞ്ഞതായിരുന്നു. ആ ഒരു കത്തിൽ കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ISLുമായി ബന്ധപ്പെട്ട് ഒരു കൺഫർമേഷനുമായി ഒക്കെ ബന്ധപ്പെട്ട് എല്ലാ ക്ലബ്ബുകളും ഈ ഒരു കാര്യത്തിൽ ഒറ്റക്കെട്ടായിട്ട് നിലനിൽക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. സോ ISL ഇങ്ങനെയൊക്കെ ഉള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ ആരാധകർക്ക്, അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ അറിയാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത് തങ്ങളുടെ ട്രാൻസ്ഫർ നീക്കങ്ങളൊക്കെ എങ്ങനെയാണ് എന്നുള്ളതാണ്. സോ ഇതുമായി ബന്ധപ്പെട്ട് മാർക്കസ് മില്ലാറോട്, അതായത് പ്രശസ്ത സ്പോർട്സ് ജേർണലിസ്റ്റ് ആയിട്ടുള്ള അദ്ദേഹത്തോട് അപ്ഡേറ്റുകൾ ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ISL ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ ലഭിക്കാത്ത സാഹചര്യത്തിൽ തങ്ങളുടെ ട്രാൻസ്ഫറുകളൊന്നും ഇനി നടത്തില്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു വാർത്ത പുറത്തേക്ക് വന്നപ്പോൾ തന്നെ ഒരുപാട് ആരാധകർക്ക് നിരാശ നൽകിയിട്ടുണ്ടായിരുന്നതാണ്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സും ഒഴിച്ച് ചില ISL ടീമുകളും മാറ്റി നിർത്തി കഴിഞ്ഞാൽ തന്നെ മറ്റ് പല ടീമുകളും തങ്ങളുടെ ട്രാൻസ്ഫറുകളെല്ലാം പൂർത്തിയാക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. FC ഗോവയും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് തുടങ്ങിയ ടീമുകളും ഇതിൽ മുൻപന്തിയിലായിരുന്നു. കാരണം അവർക്ക് AFC ടൂർണമെൻറ്റ് കളിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. FC ഗോവയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരായിരുന്നു കഴിഞ്ഞു പോയ സൂപ്പർ കപ്പ് വിജയിച്ചിട്ടുണ്ടായിരുന്നത്. സോ അതിലൂടെ ലഭിച്ചിട്ടുള്ള AFC സ്പോട്ട് കളിക്കേണ്ട ഒരു ആവശ്യകത അവർക്കുണ്ട്. സോ അതിനാൽ തന്നെയാണ് അവർ ആ ഒരു കാര്യം ഫുൾഫിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് മോഹൻ ബഗാനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരാണ് കഴിഞ്ഞു പോയ ലീഗ് ഡബിൾ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. അവർക്കും AFC സ്പോട്ടുണ്ട്. സോ അവർക്കും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതായത് മത്സരങ്ങളുള്ളതിനാൽ തന്നെയാണ് അവർ തങ്ങളുടെ ട്രാൻസ്ഫറെല്ലാം തന്നെ നേരത്തെ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ കഴിഞ്ഞു പോയ ഡ്യൂറൻ കപ്പ് പോലും കളിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ നിലവിൽ നടക്കുന്ന ഡ്യൂറൻ കപ്പ് പോലും കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നില്ല. അതിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം ISLുമായി ബന്ധപ്പെട്ടുള്ള അൺസർട്ടനിറ്റി നിലനിൽക്കുന്ന സാഹചര്യം എന്ന് പറഞ്ഞായിരുന്നു ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ഡ്യൂറൻ കപ്പ് കളിക്കാതെ മാറി നിന്നിട്ടുണ്ടായിരുന്നത്. സോ അതുമായി ബന്ധപ്പെട്ട് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ഒരുപാട് വിമർശനം തന്നെ നേരിടുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. ഇതിനെല്ലാം പുറമെ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ഇനി സൈനിങ് നടത്തില്ല എന്ന ഒരു കാര്യം കൂടി, അതായത് ISLൻ്റെ എന്താ പറയുക കൺഫർമേഷൻ, അതായത് ISL നടക്കുമോ എന്നൊരു കാര്യത്തിൽ നിന്നുള്ള ഒരു കൺഫർമേഷൻ ലഭിക്കാത്ത സാഹചര്യത്തിൽ ഇനി സൈനിങ് നടത്തില്ല എന്ന തരത്തിലുള്ള അപ്ഡേറ്റ് കൂടി പുറത്തേക്ക് വന്ന സാഹചര്യത്തിൽ ഒരുപാട് വിമർശനം തന്നെ വീണ്ടും മാനേജ്മെൻറ്റ് നേരിട്ടിട്ടുണ്ടായിരുന്നതാണ്. സോ നമുക്കെല്ലാവർക്കും അറിയാം ISL നടക്കാത്ത സാഹചര്യമാണ് ഉള്ളതെങ്കിൽ അത് ടീമുകൾക്ക് എന്തായാലും കൃത്യമായി പറഞ്ഞ നഷ്ടം തന്നെ ആയിരിക്കും. ഡെഫിനറ്റ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫിനാൻഷ്യൽ ലോസ് തന്നെ ഉണ്ടാവാനുള്ള സാഹചര്യമുണ്ട്. സോ എങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ നീക്കങ്ങൾ, അതായത് നെഗോഷിയേഷൻ, താരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ നടത്തുന്നുണ്ട് എന്ന തരത്തിലുള്ള അപ്ഡേറ്റുകൾ നിലവിൽ പുറത്തേക്ക് വരുന്നുണ്ട്. സോ ഇങ്ങനെ ഉള്ള കാര്യം ശരിയാണെന്നുണ്ടെങ്കിൽ നിലവിൽ നമുക്ക് കാര്യമാണ് ഒരു മാസം മുമ്പ് ആരംഭിച്ചിട്ടുണ്ടായിരുന്ന ട്രാൻസ്ഫർ മാർക്കറ്റ് ഈ വരാൻ പോകുന്ന, അതായത് ഈ ഒരു ഓഗസ്റ്റ് മാസം, ഈ കടക്കാണ്ട് പോകുന്ന ഓഗസ്റ്റ് മാസത്തിൻ്റെ എൻഡോടുകൂടി, അതായത് ഓഗസ്റ്റ് 31-ാം തീയതിയോടുകൂടി അവസാനിക്കുന്നതാണ്. സോ ആ ഒരു സാഹചര്യത്തിൽ ഇനി ട്രാൻസ്ഫർ മാർക്കറ്റ് എൻഡായി കഴിഞ്ഞാൽ തന്നെ പിന്നീട് ബ്ലാസ്റ്റേഴ്സിന് താരങ്ങളെ സൈൻ ചെയ്യാനായിട്ട് സാധിക്കുക, അതായത് ഫ്രീ ഏജൻ്റ് ആയിട്ടുള്ള താരങ്ങളെ മാത്രമായിരിക്കും. സോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നല്ലൊരു ടീമിന്, മാനേജ്മെൻറ്റിന് താരങ്ങളെ എത്തിക്കുന്ന കാര്യത്തിൽ നല്ലൊരു ബുദ്ധിമുട്ട് തന്നെ നേരിടുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് താരങ്ങളുമായിട്ട് ചർച്ചകൾ നടത്തുന്നുണ്ട് എന്ന് അറിയുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ, അതായത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ സൈനിങ് ഒക്കെ ഒഫീഷ്യലാക്കുവാനാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിൻ്റെ നീക്കമെന്നും ചില അപ്ഡേറ്റുകൾ നിലവിൽ പുറത്തേക്ക് വരുന്നുണ്ട്. സോ ഇതെല്ലാം ആരാധകർക്ക് സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. എങ്കിൽ പോലും ആരാധകർ കാത്തിരിക്കുന്നത് ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ AFFൻ്റെ സൈഡിൽ നിന്ന് വരുവാൻ വേണ്ടി തന്നെയാണ്. അതിനെല്ലാം പുറമെ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് 2 താരങ്ങളുടെയൊക്കെ റൂമർ അടിസ്ഥാനത്തിൽ വാർത്തകൾ പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യം നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. അതിലൊന്ന് ഇന്ത്യൻ താരമാണ്, 21
23 വയസ്സ് മാത്രം പ്രായമുള്ളൊരു താരം. മറ്റൊന്ന് എസെക്കിയേൽ ഹെൻറി എന്ന് പറയുന്ന നേരത്തെ ഒരുപാട് റൂമറുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്ന ഒരു താരമാണ്. സോ കണ്ടു തന്നെ അറിയേണ്ടതാണ് ISLൻ്റെ ഭാവി എന്താവുമെന്നുള്ളത്. അതിനെല്ലാം പുറമെ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് റൂമറുകൾ വരുന്ന ഒരു ടൈം പീരീഡാണ് ഇത്, അല്ലെങ്കിൽ വരേണ്ട ഒരു ടൈം പീരീഡ് ആയിരുന്നു. പക്ഷേ ISLൻ്റെ ബേസിസിലുള്ള ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ ലഭിക്കാത്ത സാഹചര്യം കൊണ്ട് തന്നെയാണ് ഇതെല്ലാം കൂടി ബ്ലോക്കായി കിടക്കുന്നത്. അതിനെല്ലാം പുറമെ ISLുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ISL പെട്ടെന്ന് നിർത്തുന്ന ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ അത് പ്ലേയേഴ്സിനെല്ലാം ഉപരി മറ്റ് പല ആളുകളെയും അത് ബാധിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പീപ്പിൾസാണ് ഡിപ്പെൻഡ് ചെയ്ത് ISLനെ ഡിപ്പെൻഡ് ചെയ്ത് തങ്ങളുടെ ഡെയിലി ലൈഫ് ആവട്ടെ നടത്തിക്കൊണ്ട് പോകുന്നത്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം ISL നിർത്തുവാനായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുമോ എന്ന് നമുക്ക് എല്ലാവർക്കും നീങ്ങത്തില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സോ അതിനോട് തന്നെ നമുക്ക് കണ്ടു തന്നെ അറിയാം ഉടൻ തന്നെ എന്തായിരിക്കും മാനേജ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ AFFൻ്റെ ഭാഗത്തു നിന്നുള്ള നീക്കം എന്നുള്ളത്.